അങ്ങനെ നോമിനേഷൻ പ്രക്രിയ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ പവർ ടീമിനോട് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറയുന്ന ഒരാളെ. അങ്ങനെ അവർ പവർ റൂമിലേക്ക് പോയി ആലോചിക്കാൻ പോവാണ്. അവർ കണ്ടുപിടിച്ച രണ്ടുപേര് ശ്രീതുവും അപ്സരയാണ്, ഇതുവരെ നോമിനേഷനിൽ വരാത്തതുകൊണ്ട്. അപ്പം ശ്രീതുവിൻ്റെ പേരാണ് ആദ്യം റസ്മിനും നമ്മുടെ ജിൻഡോയും പറഞ്ഞത്. പക്ഷേ അർജുൻ അത് നൈസായിട്ട് മാറ്റിയിട്ട് അപ്സരേൻ്റെ പേര്. അപ്സര ഡയറക്റ്റ് നോമിനേഷനിൽ വരികയാണ്. കാരണം പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ ബാഡ് വേർഡ് യൂസ് ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുകയാണ് ഓപ്പൺ നോമിനേഷനാണ്, അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഫ്രണ്ടിൽ നിന്നിട്ട് നോമിനേറ്റ് ചെയ്യേണ്ട രണ്ടുപേരെ പറയാൻ പറയുകയാണ്. അങ്ങനെ ആദ്യം ഗബ്രിയാണ് വരുന്നത്. ഗബ്രി വന്നിട്ട് ശരണ്യയുടെയും യമുനയുടെയും പേരാണ് പറയുന്നത്. അവരത്ര ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നോറ വന്നിട്ട് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പേരാണ് പറയുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താണ് കളിക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് കളിക്കേണ്ട ഗെയിമാണ്, പക്ഷെ അവരതങ്ങനെ കളിക്കുന്നില്ല എന്നാണ് റീസൺ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ വന്നിട്ട് യമുനേനെയും ശ്രീതുവിനെയാണ് പറയുന്നത്. അപ്പോൾ റീസണായിട്ട് പറയുന്നത് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പറഞ്ഞതുപോലെ ഇൻവിസിബിളായിട്ടിരിക്കുന്ന രണ്ടുപേരായിട്ടുള്ള അതുകൊണ്ടാണെന്ന്. അത് കഴിഞ്ഞിട്ട് അപ്സര വരുന്നു. അപ്സര വന്നിട്ട് അൻസിബേനെയും ഋഷീനെയാണ് പറയുന്നത്. റീസണായിട്ട് പറയണത് അവർക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്, അതിൽ നിന്ന് ഇതുവരെ പുറത്തേക്ക് വരുന്നത് കണ്ടിട്ടില്ല. അൻസിബയാണെങ്കിൽ തനിക്ക് നേരെ എന്തെങ്കിലും പറയുന്നതിൽ മാത്രമാണ് ഒരു അഭിപ്രായം പറയുന്നത്, അല്ലാതെ പൊതുവായി ഇവിടെ ഉണ്ടാകുന്ന യാതൊരു പ്രശ്നങ്ങളിലും അൻസിബ അഭിപ്രായം പറയാറില്ല എന്നുള്ളതാണ് അപ്സരേൻ്റെ റീസൺ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഋഷിക്ക് അപ്പം തന്നെ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. ഇതിൽ ശരിക്കും ഋഷിയും അപ്സരയും നമ്മുടെ അൻസിബയും തമ്മിലൊരു ഗെയിമുണ്ട്. പക്ഷേ അപ്സരേൻ്റെ ഗെയിം അവിടെ റിയലാണ്, സ്ട്രെയിറ്റ് ആയിട്ടാണ് അപ്സര കളിക്കുന്നത്. പക്ഷേ ഋഷീൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അൻസിബ അപ്സരയ്ക്കെതിരെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് ശരിയാണെന്ന് ധരിച്ചുകൊണ്ട് അപ്സരയ്ക്കെതിരെ സംസാരിക്കുന്ന രീതിയാണ്. അവിടുത്തെ റിയാലിറ്റി ഒന്നും മനസ്സിലാക്കാനായിട്ട് ഋഷിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അൻസിബ അതിനെ സമ്മതിക്കത്തുമില്ല. അൻസിബ അപ്സരനെ പറ്റിയുള്ള നെഗറ്റീവ് വേറൊരു സൈഡാണ് ഋഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് അൻസിബേൻ്റെ കഴിവുമാണ്, അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത ഒരാളെ കൊണ്ടു നടക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോമിനേറ്റ് ചെയ്യാൻ വരുന്നത് ശ്രീരേഖയാണ്. ശ്രീരേഖ യമുനേനെയാണ് ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത്. അതിന് റീസൺ പറയുന്നത് കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് അഭിപ്രായങ്ങൾ പറയണമെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അൻസിബേനെയാണ് പറയുന്നത്. റീസൺ പറയുന്നത് ഇവിടെ വഴക്കുണ്ടാക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കുന്ന ആൾക്കാർ മോശമാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. അൻസിബയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഇവിടെ എല്ലാ കാര്യത്തിലും നമ്മൾ അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ട് എന്ന് ശ്രീരേഖ പറയുന്നു. അൻസിബ അങ്ങനെ പറയാത്തത് കൊണ്ട് അൻസിബേനെ നോമിനേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത് യമുനയാണ്. യമുന ഗബ്രീനെയാണ് ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത്. റീസൺ പറയുന്നത് ഗബ്രി ജാസ്മിൻ്റെ നിഴലാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നോറയാണ്. നോറ ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നിട്ട് സംസാരിച്ചു, അത് ശരിയായ രീതി ആയിട്ട് യമുനയ്ക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നോറനെ നോമിനേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ശ്രീതു ആണ് വരുന്നത്. ശ്രീതു ജാസ്മിനെയും ഗബ്രീനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വലായിട്ടല്ല കളിക്കുന്നത്, ഒരുമിച്ച് കളിക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഋഷി വന്നിട്ട് അപ്സര പറഞ്ഞതിന് മറുപടി കൊടുക്കാനായിട്ട് നിൽക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഋഷി ഇത് അതിനുള്ള സമയമല്ല, നോമിനേഷൻ ചെയ്യാനുള്ള സമയമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഋഷി ജാസ്മിനെയും ശ്രീതുവിനെയും ആണ് പറയണത് രണ്ടുപേരും ആക്റ്റീവ് അല്ല, ഇനി ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്നാണ് ഋഷി പറയണത്. അത് കഴിഞ്ഞിട്ട് ശരണ്യയാണ് വരുന്നത്. ശരണ്യ ജാസ്മിനെയാണ് ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത്. റീസൺ പറയുന്നത് സെക്കൻഡ് വീക്ക് തൊട്ട് വീക്കായിരുന്നു, പിന്നെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് മടിയുണ്ട് അതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഗബ്രി ഇതേപോലെ കംഫർട്ട് സോണിൽ നിൽക്കുന്നു, പുറത്തേക്ക് വരുന്നില്ല, അതുകൊണ്ട് ഗബ്രീനെ നോമിനേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അൻസിബയാണ് വരുന്നത്. അൻസിബ ശ്രീരേഖനെയാണ് ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത്. റീസൺ പറയുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വഴക്ക് ഉണ്ടാക്കുന്ന സ്ഥലം എന്നാണ് ശ്രീരേഖ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ശ്രീരേഖ. രണ്ടാമത് ജാസ്മിൻ എന്ത് വേണേലും വിളിച്ചു പറയും ജയിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പണിയൊന്നും ചെയ്യത്തുമില്ല എന്ന് അൻസിബ പറയുന്നു. അതിനുശേഷം റസ്മിൻ വരുന്നു. റസ്മിൻ ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു. റീസൺ ജാസ്മിൻ്റെ മടിയാണ്, അതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഋഷീനെ നോമിനേറ്റ് ചെയ്യുന്നു. ഋഷി എല്ലായിടത്തുനിന്നും ഇങ്ങനെ മാറി നിൽക്കുകയാണ്, അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അർജുൻ വന്നിട്ട് യമുനേനെയാണ് ഫസ്റ്റ് പറയുന്നത്. യമുന കംഫർട്ട് സോണിലേക്ക് ഒതുങ്ങി നിൽക്കുന്നു, ചില കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് അർജുൻ പറയുന്നത്. രണ്ടാമത് ജാസ്മിനെയാണ് പറയണത്. ജാസ്മിൻ വന്നത് തീ പോലെയാണ്, അതിനുശേഷം വെള്ളം ഒഴിച്ച് അണച്ചതുപോലെ ആയിപ്പോയി, തിരിച്ച് വീണ്ടും തീയാവാൻ വേണ്ടിയിട്ടാണ് നോമിനേറ്റ് ചെയ്തതെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ജിൻഡോയാണ് വരുന്നത്. ജിൻഡോ വന്നിട്ട് ആദ്യം ഗബ്രീനെയാണ് പറയുന്നത്, നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കണം അതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തിട്ട് പറയുന്നു നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നാൽ മതി എന്ന് ആയിരിക്കും ജനങ്ങൾ തീരുമാനിക്കുന്നത്, അപ്പോൾ അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ജാൻമണി വന്നിട്ട് ജാസ്മിനെ പറയുന്നു, എഗെയിൻ ജാസ്മിന് മടിയാണ്, ജോലിയൊന്നും ചെയ്യത്തില്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നോറേനെ പറയുന്നു ഇമോഷണലി പെട്ടെന്ന് വീക്കാവും, പെട്ടെന്ന് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഇമോഷണൽ ആവും എന്നൊക്കെയാണ്
ജാൻമണി പറയണത്. അത് കേട്ടപാട് തന്നെ അത് അതേപോലെ തന്നെയാണെന്നുള്ള രീതിയിൽ നോറ ഇമോഷണൽ ആകുന്നുണ്ട്. അങ്ങനെ നോമിനേഷൻ പ്രക്രിയ അവസാനിക്കുകയാണ്. ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു. പക്ഷേ മറ്റു സീസണുകളിൽ നിന്ന് ഇവർക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരാരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച്ഡ് അല്ലാത്തത് കൊണ്ട് അങ്ങനെ പറയാനായിട്ടുള്ള മടിയൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ സീസണിലൊക്കെ അല്ലെങ്കിൽ അതിന് മുന്നേ ഒക്കെ ഇങ്ങനെ ഓപ്പൺ നോമിനേഷൻ വയ്ക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളൊരു മടിയൊന്നും. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരെ വേണേലും എന്ത് വേണേലും ഒക്കെ പറയാമെന്നുള്ളൊരു രീതിയാണ്.